പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. 43 കോടി രൂപ നൽകിയാൽ US പൗരത്വം നേടാം. ഗോൾഡ് കാർഡ് വിസ പദ്ധതി അവതരിപ്പിച്ച ട്രംപ് ഇന്ത്യക്കാർക്ക് തിരിച്ചടി. ഇന്ത്യക്കാർക്ക് ആശങ്ക സൃഷ്ടിച്ച് ഗോൾഡ് കാർഡ് വിസ പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതിസമ്പന്നരായ വിദേശികളെ ലക്ഷ്യമിട്ടാണ് ട്രംപ് ഈ പൗരത്വ പദ്ധതി ആവിഷ്കരിച്ചത്. 5 മില്യൺ അമേരിക്കൻ ഡോളർ ചെലവഴിച്ചാൽ പൗരത്വത്തിലേക്കുള്ള വഴി തുറക്കും. വിദേശികളെ ലക്ഷ്യം വെച്ച് 10 ലക്ഷം ഗോൾഡ് കാർഡുകൾ വിറ്റഴിക്കാമെന്നാണ് ട്രംപിന്റെ പ്രതീക്ഷ. വൻതുക നിക്ഷേപിച്ചാൽ US ജോലി ലഭിക്കുകയും തുടർന്ന് രാജ്യത്ത് സ്ഥിരതാമസമാക്കാനുള്ള അനുമതിയും ലഭിക്കും. പദ്ധതിയുടെ വിവരങ്ങൾ 2 ആഴ്ചയ്ക്കകം പുറത്തുവിടും. US വ്യവസായ സംരംഭങ്ങളിൽ നിക്ഷേപം നടത്തുന്നവർക്കുള്ള EB-5 പദ്ധതിക്ക് പകരമായാണ് ഗോൾഡ് കാർഡ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഗ്രീൻ കാർഡിന്റെ പ്രീമിയം വേർഷനായാണ് പുതിയ പദ്ധതിയെ വിലയിരുത്തുന്നത്. US ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന, പ്രത്യേകിച്ച് EB-5 പ്രോഗ്രാമിനെ ആശ്രയിക്കുന്നവർക്ക് ഇത് വലിയ ആഘാതം സൃഷ്ടിക്കും. ഈ പുതിയ നിർദ്ദേശം സമ്പന്നർക്ക് മാത്രം ഗുണം ചെയ്യുന്നതാണെന്നാണ് വിമർശനം. EB-5-ൽ പണം സമാഹരിക്കാനോ വായ്പ എടുക്കാനോ സാധിച്ചിരുന്നു. എന്നാൽ ഗോൾഡ് കാർഡിന് വലിയ തുക മുൻകൂട്ടി നൽകേണ്ടിവരും. ഇത് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവരെ ബാധിക്കും. ഈ പദ്ധതി നടപ്പിലാക്കാൻ കോൺഗ്രസിന്റെ അംഗീകാരം ആവശ്യമില്ല എന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ നിയമപരമായ വെല്ലുവിളികളോ രാഷ്ട്രീയ എതിർപ്പോ ഉണ്ടായാൽ ഗോൾഡ് കാർഡ് പദ്ധതി നടപ്പിലാക്കുന്നത് വൈകാനുള്ള സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഫ്ലാഷ് സെയിൽ പ്രഖ്യാപിച്ച ഒമാൻ എയർ. 23 റിയാൽ മുതലാണ് ടിക്കറ്റ് നിരക്ക്. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഈ ഓഫർ പ്രയോജനപ്പെടുത്താം. ഇന്ത്യയിലേക്കുൾപ്പെടെ ലോകത്തിന്റെ വിവിധയിടങ്ങളിലേക്ക് ഫ്ലാഷ് സെയിൽ പ്രഖ്യാപിച്ച ഒമാൻ എയർ 3 ദിവസത്തേക്കാണ് ടിക്കറ്റ് ഓഫർ. 23 റിയാൽ മുതലാണ് ടിക്കറ്റ് നിരക്ക് ആരംഭിക്കുന്നത്. ദോഹ 23 റിയാൽ, ഗോവ 33 റിയാൽ, ബംഗളൂരു 33 റിയാൽ, ഇസ്താംബുൾ, സാൻസിബാർ, ദാറുസലാം 43 റിയാൽ, ക്വാലാലംപൂർ 89 റിയാൽ എന്നിങ്ങനെയാണ് ഫ്ലാഷ് സെയിലിലെ ടിക്കറ്റ് നിരക്കുകൾ. ഒമാനിലെ പ്രവാസികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് പോകാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US-ഉം യുക്രൈനും ധാതുഖനന കരാറിന് ധാരണയായി. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നതിനിടെയാണ് ഈ നീക്കം. US-ന്റെ പിന്തുണ നേടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് കരാറിന് ഉക്രൈൻ സമ്മതിച്ചതെന്നാണ് സൂചന. സുരക്ഷാ ഉറപ്പുകളോ ആയുധങ്ങളുടെ തുടർച്ചയായ കൈമാറ്റമോ കരാറിലില്ല. ഈ ആഴ്ച തന്നെ ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റും വ്ളാഡിമിർ സെലൻസ്കിയും കരാറിൽ ഒപ്പുവയ്ക്കും. യുക്രൈന്റെ പ്രകൃതി സമ്പത്തിൽ $500 ബില്യൺ അവകാശം വേണമെന്ന് പറഞ്ഞ US നിലപാടിൽ പ്രതിഷേധിച്ച് ധാതുകരാറിന്റെ മുൻകരടിൽ ഒപ്പിടാൻ സെലൻസ്കി വിസമ്മതിച്ചിരുന്നു. പുതുക്കിയ കരാറിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കുക. ധാതുക്കൾ, ഹൈഡ്രോ കാർബണുകൾ എന്നിവയുടെ ഖനനത്തിനും മറ്റുമായി US-ഉം ഉക്രൈനും പുനർനിർമ്മാണ നിക്ഷേപ ഫണ്ട് രൂപീകരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇ-ഗേറ്റ് സേവനത്തിന് തുടക്കം കുറിച്ചു. യാത്രാ നടപടികൾ ലളിതമാക്കാൻ ഇത് സഹായകമാകും. മക്ക ഡെപ്യൂട്ടി ഗവർണർ അമീർ സൗദ് ബിൻ മിഷാൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മനുഷ്യരുടെ ഇടപെടലില്ലാതെ യാത്രാ നടപടികൾ യാന്ത്രികമായി പൂർത്തിയാക്കുന്ന 70 ഗേറ്റുകളുമായാണ് ഈ ഗേറ്റ് സംവിധാനം പ്രവർത്തനം ആരംഭിച്ചത്. കൂടുതൽ ഗേറ്റുകൾ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ ഉൾപ്പെടുത്തും. സൗദി വിമാനത്താവളങ്ങളിലെ യാത്രക്കാർക്ക് മികച്ച സേവനം നൽകുന്നതിനായി ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട്സ്, എയർപോർട്ട്സ് ഹോൾഡിംഗ് കമ്പനി, സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് ഈ ഗേറ്റ് സേവനം ആരംഭിച്ചത്. ഒരു ഗേറ്റിലൂടെ ഒരു ദിവസം 2500 യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിയും. ഇങ്ങനെ പ്രതിദിനം 1,75,000 യാത്രക്കാർക്ക് ഈ ഗേറ്റ് സേവനം ഉപയോഗപ്പെടുത്താം. പാസ്പോർട്ടും മുഖചിത്രവും സ്കാൻ ചെയ്യുക വഴി യാത്രക്കാരന്റെ ഐഡന്റിറ്റി പരിശോധിക്കാനുള്ള കഴിവ് ഈ ഗേറ്റുകൾക്കുണ്ട്. ഇത് നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും വിമാനത്താവളങ്ങളിലെ പ്രവർത്തന പ്രക്രിയകളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുടിയേറ്റക്കാർക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കി ട്രംപ് ഭരണകൂടം. നിയമം പാലിക്കാത്തവർ പിഴയും തടവ് ശിക്ഷയും നേരിടേണ്ടി വരും. അമേരിക്കയിലെ രേഖകളില്ലാത്ത എല്ലാ കുടിയേറ്റക്കാരും സ്വയം റിപ്പോർട്ട് ചെയ്യാനും വിരലടയാളം നൽകാനും അവരുടെ മേൽവിലാസം വെളിപ്പെടുത്താനും ആവശ്യപ്പെടുന്ന പുതിയ രജിസ്ട്രി സംവിധാനം ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചു. ഇത് പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ പിഴയോ കുറ്റവിചാരണയോ നേരിടേണ്ടി വരുമെന്ന് എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇത് 14 വയസ്സും അതിൽ കൂടുതലുമുള്ള വ്യക്തികൾക്ക് ബാധകമാകും. കൂട്ട നാടുകടത്തലുകളുടെയും കർശന അതിർത്തി നിയന്ത്രണ നടപടികളുടെയും പ്രചാരണ വാഗ്ദാനങ്ങൾ നിറവേറ്റാനുള്ള ഭരണകൂടത്തിന്റെ ശ്രമങ്ങളുമായി ഈ നീക്കം യോജിക്കുന്നു. US സിറ്റിസൺഷിപ്പ് ആൻഡ് എമിഗ്രേഷൻ സർവീസ് രജിസ്ട്രേഷനായി ഒരു ഫോമും നടപടിക്രമവും അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇമിഗ്രേഷൻ സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലൊന്നാണ് ഈ സംരംഭം. രജിസ്ട്രേഷൻ പ്രക്രിയയെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വരും ആഴ്ചകളിൽ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായ് ബസ് സ്റ്റേഷനുകളിലും
മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷനുകളിലും സൗജന്യ വൈഫൈ സേവനം ഏർപ്പെടുത്തി. ഇത്തിസലാത്തുമായി സഹകരിച്ചാണ് RTA വൈഫൈ സേവനം നൽകുന്നത്. 17 ബസ് സ്റ്റേഷനുകളിലും 12 മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷനുകളിലുമാണ് സൗജന്യ വൈഫൈ സേവനം ലഭ്യമാക്കുന്നത്. ഇത്തിസലാത്തുമായി സഹകരിച്ച വൈഫൈ സേവനം പൊതുജനങ്ങൾക്ക് നൽകുന്നതായി ദുബായ് RTA അറിയിച്ചു. ബാക്കിയുള്ള സ്റ്റേഷനുകളിൽ ഈ വർഷം പകുതിയോടെ വൈഫൈ സ്ഥാപിക്കുന്നത് പൂർത്തിയാകും. അതോടെ RTAയുടെ 43 സ്റ്റേഷനുകളിലും സൗജന്യ വൈഫൈ സേവനം ലഭ്യമാകുമെന്ന് RTA പബ്ലിക് ട്രാൻസ്പോർട്ട് ഏജൻസി ഡയറക്ടർ ഖാലേജ് അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. പൊതുജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ നടപടിയാണ് RTAയുടേതെന്ന് പ്രദേശവാസികൾ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.